യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള 7 പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകപ്രശസ്തമായ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ അഭയ കേന്ദ്രമാണ് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് പരന്നു കിടക്കുന്ന പുൽമേടുകളും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ ഇവിടെ കാണ്ടാമൃഗങ്ങൾക്കൊപ്പം ആനകൾ, കടുവകൾ, വിവിധതരം പക്ഷികൾ എന്നിവ അധിവസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സംരക്ഷിത ഉദ്യാനങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. രാജസ്ഥാനിലെ കിയോലദിയോ ദേശീയ ഉദ്യാനം പക്ഷി നിരീക്ഷകരുടെ ഒരു സ്വർഗഭൂമിയാണ്. 370-ലധികം ഇനത്തിൽപ്പെട്ട പക്ഷിവർഗങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കും. ശീതകാലത്ത് സൈബീരിയയിൽ നിന്നുവരെ ഇവിടെ പക്ഷികൾ ദേശാടനത്തിനായി എത്തിച്ചേരുന്നു. ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവയിനം ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് ആസാമിലെ മനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും സമൃദ്ധമായ ജൈവ വൈവിധ്യം കൊണ്ടുമാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. ബ്രഹ്മപുത്രയുടെ പ്രധാന ഉപനദിയായ മനസ് ഈ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്നു. ഇന്ത്യൻ കടുവകൾ, കാട്ടാനകൾ, പിഗ്മി ഹോഗ്, ഗോൾഡൻ ലംഗൂർ തുടങ്ങിയ അപൂർവ ജീവികൾ ഇവിടെ അധിവസിക്കുന്നു. 1985-ൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ദേശീയോദ്യാനമാണ് ഉത്തരാഖണ്ഡിലെ നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം. 500-ലധികം ഇനത്തിൽപ്പെട്ട വിവിധതരം ആൽപൈൻ പൂക്കൾ, ബ്രഹ്മകമലം, ബ്ലൂ പോപ്പി, കോബ്ര ലില്ലി തുടങ്ങിയ അപൂർവ പുഷ്പച്ചെടികളും മനം മയക്കുന്ന ഹിമാലയൻ പ്രകൃതി ദൃശ്യങ്ങളുമാണ് വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. സ്നോ ലെപ്പാർഡ്, മസ്ക് ഡിയർ, ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ, ഹിമാലയൻ ബ്ലൂ ഷീപ്പ് എന്നീ മൃഗങ്ങളുടെയും മറ്റു നിരവധി പക്ഷികളുടെയും ശലഭങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണിവിടം. ഇന്ത്യയിലെ 2ാമത്തെ ഉയർന്ന കൊടുമുടിയായ നന്ദാദേവി ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഉത്തരാഖണ്ഡിലെ നന്ദാദേവി ദേശീയോദ്യാനം. വാലി ഓഫ് ഫ്ലവേഴ്സിന് സമാനമായ സസ്യജന്തുജാലങ്ങളാണ് ഇവിടെയുമുള്ളത്. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ മാംഗ്രോവ് വന്യജീവി സങ്കേതവും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ് സുന്ദർബൻ ദേശീയോദ്യാനം. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ ഡെൽറ്റ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന റോയൽ ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സുന്ദർബൻ ദേശീയോദ്യാനത്തിലാണ്. കടലും കാടുകളും നദികളും ഒത്തുചേരുന്ന അത്യപൂർവമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരൻ മുഴുവൻ നീളത്തിൽ പരന്നു കിടക്കുന്ന ലോകപ്രശസ്തമായ ഒരു പൈതൃക മലനിരയാണ് വെസ്റ്റേൺ ഘാട്ട് അഥവാ സഹ്യാദ്രി മലനിരകൾ. ഹിമാലയത്തിനേക്കാൾ പഴക്കം ചെന്ന ഈ മലനിരകൾ ജൈവ വൈവിധ്യത്തിന് ലോകത്തിലെ ഹോട്ട്സ്പോട്ട് മേഖലകളിലൊന്നായാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ പരന്നുകിടക്കുന്ന ഈ മലനിരകളിൽ നിന്ന് ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങി നിരവധി നദികൾ ഉത്ഭവിക്കുന്നു. ചോലവനങ്ങളും നിത്യഹരിത വനങ്ങളും അടങ്ങിയ ഈ മേഖലയിൽ 7000-ലധികം അപൂർവ ഇനം സസ്യങ്ങൾ കാണപ്പെടുന്നു. ആന, കടുവ, നീലഗിരി താർ, മലബാർ സിവറ്റ്, കിങ് കോബ്ര തുടങ്ങിയ നിരവധി ജന്തുവർഗങ്ങൾ സഹ്യാദ്രിയുടെ സമ്പത്താണ്. ഹിമാചൽ പ്രദേശിലെ കുലു ജില്ലയിലെ ലോകപ്രശസ്തമായ ദേശീയോദ്യാനമാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. ഡിയോഡാർ, ഓക്ക്, സ്പ്രൂസ്, ആൽപൈൻ തുടങ്ങിയ സസ്യങ്ങളും സ്നോ ലെപ്പാർഡ്, ഹിമാലയൻ ബ്രൗൺ ബിയർ, ഹിമാലയൻ താർ, ബ്ലൂ ഷീപ്പ്, മസ്ക് ഡിയർ തുടങ്ങിയ മൃഗങ്ങളും 200-ലധികം പക്ഷികളും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രകൃതിദത്ത യുനെസ്കോ പൈതൃക പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.